എല്ലാവർക്കും നമസ്കാരം. സോളാർ വയ്ക്കുന്നവർക്ക് അല്ലെങ്കിൽ സോളാർ വയ്ക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ അൽജോ ജോസ് ഫ്രം അൽജോസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത്തരത്തിലുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിരവധി ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അതായത് ഇവരെല്ലാവരും തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപോ അല്ലെങ്കിൽ 2 അതിലധികമോ വർഷങ്ങൾക്ക് മുൻപ് സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. ഇവർ വിളിക്കുന്നത് വേറെ ഒന്നുമില്ല, അവർക്ക് കുറച്ചുകൂടി പാനൽ അതിനകത്ത് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഉദ്ദേശിച്ചത്ര ഔട്ട്പുട്ട് അവർക്ക് കിട്ടുന്നില്ല, നിഴൽ കാരണം കൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പിന്നെ ഓഫ് ഗ്രിഡും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഇവർ വിളിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഒരു പ്ലാന്റ് സ്ഥാപിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതിനകത്ത് ഇതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്കതിൻ്റെ ഇൻവെർട്ടർ ചേഞ്ച് ചെയ്യേണ്ട വരും. അത് ചേഞ്ച് ചെയ്യാതെ കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സ്ട്രിങ് ഇൻവെർട്ടർ ആണെങ്കിൽ നമുക്ക് പ്ലാന്റിൻ്റെ കപ്പാസിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂടിയ മോഡലിലുള്ള ഇൻവെർട്ടർ നമ്മൾ വേറെ ചെയ്യേണ്ട വരും. അപ്പോൾ ഈ ഇൻവെർട്ടർ ചൂസ് ചെയ്തതിൽ അവർക്ക് പറ്റിയ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ലോസ് ഇവർക്ക് എല്ലാവർക്കും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്ക് ഇതുപോലൊരു നഷ്ടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് ഇൻവെർട്ടറാണ് അവരവർക്ക് കൂടുതൽ അവരവരുടെ സ്ഥലത്തിന് അനുയോജ്യമായിട്ടുള്ളതെന്ന് കൂടുതൽ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള എല്ലാ മോഡലുകളെ കുറിച്ചും നമ്മളിന്നിവിടെ സംസാരിക്കുന്നുണ്ട്. ഇന്ന് മാർക്കറ്റിൽ നിലവിൽ 5 തരത്തിലുള്ള ഓൺ ഗ്രിഡ് ഇൻവെർട്ടറാണ് ലഭ്യമായിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും ആദ്യത്തെ മോഡലും നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ലഭിക്കുന്നതും ആയിട്ടുള്ള മോഡലാണ് സ്ട്രിങ് ഇൻവെർട്ടറുകൾ. ഇനി സ്ട്രിങ് ഇൻവെർട്ടറുകളുടെ ഗുണവശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്ട്രിങ് ഇൻവെർട്ടറുകൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ഇൻവെർട്ടർ ആയിരിക്കും ഒരു സൈറ്റിൽ നമ്മൾ യൂസ് ചെയ്യുക. അതായത് 10 കിലോ വാട്ടിൻ്റെ ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 10 കിലോ വാട്ടിൻ്റെ ഒരു ഇൻവെർട്ടറും അതിനോടനുബന്ധിച്ച് എല്ലാ പാനലുകളും സീരിയൽ മോഡലിലായിരിക്കും നമ്മൾ അതിനകത്ത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരേ ഇൻവെർട്ടറിൽ തന്നെ ഒരേ സ്ട്രിങ്ങിലായിട്ട് എല്ലാ പാനലുകളും കണക്ട് ചെയ്ത് ഒറ്റ യൂണിറ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഇൻസ്റ്റാളേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെ കാലമായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന കാരണം കൊണ്ട് ഇതിൽ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ടെക്നീഷ്യന്മാർ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അതായത് ഇതിൻ്റെ എന്തെങ്കിലും ഫ്യൂച്ചർ സർവീസോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഈവൻ നമുക്ക് വീടിനടുത്തുള്ള ഏതൊരു ടെക്നീഷ്യനെ വിളിച്ചു കഴിഞ്ഞാലും അവർക്ക് അതിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ പരിഹരിക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ മാരുതിയുടെ വണ്ടികൾ പണ്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കലി നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസിന് ആൾക്കാരെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലുള്ളൊരു ഓൺ ഗ്രിഡ് മോഡലിൽ ഏറ്റവും എളുപ്പത്തിൽ സർവീസ് ലഭിക്കുന്ന ഒരു മോഡലാണ് സ്ട്രിങ് ഇൻവെർട്ടറുകൾ. പിന്നെ വരുന്നത് ഇതിൻ്റെ കാര്യക്ഷമതയാണ്. ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള സ്ട്രിങ് ഇൻവെർട്ടറുകൾ എഫിഷ്യൻസി നല്ല ബെറ്റർ ക്വാളിറ്റി ഉള്ളതാണ്. അതായത് 95 മുതൽ 98% വരെ എഫിഷ്യൻസി ഉള്ള മോഡൽസാണ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളത്. പിന്നെ ഏറ്റവും മെയിൻ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എക്കോണമിക്കലി വളരെ ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് സോളാർ വയ്ക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് സ്ട്രിങ് ഇൻവെർട്ടറുകൾ. പക്ഷേ എല്ലാ മോഡലിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ സ്ട്രിങ് ഇൻവെർട്ടറിന് അതിൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പാനലും ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ സീരിയലായിട്ടാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു പാനലിൻ്റെ ഒരു പോർഷനിൽ ഷെയ്ഡ് അടിച്ചാൽ പോലും ആ ഷെയ്ഡ് അതിൻ്റെ എല്ലാ പാനലുകളുടെയും പ്രവർത്തനത്തെ വളരെ കാര്യമായി തന്നെ ബാധിക്കും. അതായത് 10 പാനൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. അപ്പോൾ 10 പാനൽ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പാനലിൻ്റെ ഹാഫ് പോർഷനിൽ ഷെയ്ഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 10 പാനലിൽ ഒരു പാനലിൽ ഷെയ്ഡ് വീണിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഔട്ട്പുട്ട് വരുമ്പോൾ അതിനകത്ത് ആ എല്ലാ പാനലിൻ്റെയും പകുതി മാത്രമാണ് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഈ ചിത്രത്തിൽ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്കത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ്. പിന്നെ അടുത്തൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു സ്ട്രിങ് ഇൻവെർട്ടർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. അതായത് സ്ട്രിങ് ഇൻവെർട്ടറുകളിൽ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു മോഡൽ പാനൽ, ഇപ്പോൾ ഒരു 5 കിലോ വാട്ടിൻ്റെ സിസ്റ്റം നമ്മളിപ്പോൾ നിലവിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നിലവിൽ അതിനകത്തൊരു 4 കിലോ വാട്ട് പാനൽ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുള്ളൂ എന്ന് സങ്കല്പിക്കുക. അതായത് ഫ്യൂച്ചറിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1 കിലോ വാട്ടും കൂടി പിന്നീട് വെക്കാം എന്നുള്ളൊരു ലെവലിൽ നമ്മൾ
വെച്ച് കഴിഞ്ഞാലും ആ സമയത്ത് നമുക്ക് ഇതേ മോഡൽ പാനൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 1 കിലോ വാട്ട് പോലും നമുക്കതിനകത്ത് ബെറ്റർ ആയിട്ടുള്ള എഫിഷ്യൻസി കിട്ടുന്ന രീതിയിൽ നമുക്കതിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല 5 കിലോ വാട്ടിൻ്റെ സിസ്റ്റം ചെയ്തിട്ട് നമുക്കതിനെ വീണ്ടും ഒരു 7-8 കിലോ വാട്ടൊക്കെ ആയിട്ട് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഉദ്ദേശിക്കുന്നവർ വേറെ മോഡൽസ് ഉണ്ട് നമുക്ക് അതിന്. അത് ഓരോ മോഡൽ നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഷെയ്ഡ് വരുന്ന ഏരിയകളിൽ, അതായത് നമ്മുടെ റൂഫ് ടോപ്പിൽ ഒരു തരത്തിലും ഷെയ്ഡ് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ സ്ട്രിങ് ഇൻവെർട്ടറുകൾ വെക്കാതിരിക്കുക. കാരണം എഫിഷ്യൻസിയിൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ വളരെയധികം ലോസ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു പ്രശ്നം, അടുത്തൊരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് ഇവിടെ കാറ്റ് മഴയൊക്കെ വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ കറണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്ന സമയങ്ങളിൽ നമ്മുടെ പ്ലാന്റ് ഓഫായിരിക്കും. അതാണ് ഓൺ ഗ്രിഡ് സ്ട്രിങ് ഇൻവെർട്ടറുകളുടെ ഒരു മെയിൻ പ്രശ്നം. അതായത് കാറ്റോ മഴയോ വന്നു കഴിഞ്ഞിട്ട് കാറ്റോ മഴയല്ല, ലൈനിലെ ഇലക്ട്രിസിറ്റി സപ്ലൈ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറുകൾ നോർമലി ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സേഫ്റ്റി പർപ്പസിൽ ഓഫ് ആവും. അപ്പോൾ ആ സമയങ്ങളിൽ വരുന്ന പ്രൊഡക്ഷൻ നമുക്ക് നഷ്ടമായിരിക്കും. അതുപോലെ വേറൊരു ബാക്കപ്പ് ലോഡ്, ഇതിനകത്ത് ബാറ്ററി ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്കൊരു ബാക്കപ്പ് ലോഡ് ലഭ്യമല്ല. ഫലത്തിൽ നമ്മൾ സോളാറിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താലും നിലവിൽ KSEB സപ്ലൈ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ എനർജി ഒരു തരത്തിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ്. പിന്നെ ഇൻവെർട്ടർ ഒറ്റ യൂണിറ്റ് ആയ കാരണം കൊണ്ട് ഈ ഒരു ഇൻവെർട്ടർ കംപ്ലൈൻ്റ് ആയാൽ പോലും നമ്മുടെ പ്ലാന്റ് പൂർണ്ണമായിട്ടും ഡെഡായിരിക്കും. അത് ഇതിൻ്റെ വേറൊരു പ്രശ്നമാണ്. പിന്നെ അടുത്തൊരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ലൈഫ് വളരെ കുറവാണ്. ലൈഫ് വളരെ കുറവെന്ന് പറഞ്ഞാൽ അതർ മോഡൽസിനെ വെച്ച് നോക്കുമ്പോൾ സ്ട്രിങ് ഇൻവെർട്ടറുകൾക്ക് ലൈഫ് കുറവാണ് എന്നാണ് കാണപ്പെടുന്നത്. ഒരു സോളാർ പ്ലാന്റിനെ അപേക്ഷിച്ച് 30 വർഷമാണ് നമ്മൾ പാനലിൻ്റെ ലൈഫായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇൻവെർട്ടറിനാണെങ്കിൽ നമുക്കൊരു 8 മുതൽ 12 വർഷം വരെയാണ് നമ്മൾ അതിൻ്റെ ഒരു ലൈഫായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ കാലപരിധിയിൽ ഒന്നോ അതിലധികമോ തവണ നമുക്ക് സ്ട്രിങ് ഇൻവെർട്ടറുകൾ റീപ്ലേസ് ചെയ്യേണ്ട വന്നേക്കാം. അതും ഇതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി ഇത് ആർക്കൊക്കെയാണ് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതായത് ആരുടെയൊക്കെ സൈറ്റിലാണ് സ്ട്രിങ് ഇൻവെർട്ടർ ഏറ്റവും അനുയോജ്യം എന്ന് നമുക്ക് നോക്കാം. ഒരു ഫോർ എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മളുടെ റൂഫ് ടോപ്പിൽ ഒരു തരത്തിലുള്ള നിഴലോ മറ്റ് തടസ്സങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ബാക്കപ്പ് ലോഡ് ആവശ്യമായിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മോഡലാണ് സ്ട്രിങ് ഇൻവെർട്ടറുകൾ. അതുപോലെ തന്നെ ബാക്കപ്പ് ലോഡ്, ഷെയ്ഡ്, പിന്നെ ഫ്യൂച്ചറിൽ നമ്മൾ പാനൽ ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ആകെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള ഇലക്ട്രിസിറ്റി ബില്ലിനെ 0 ആക്കുക. അപ്പോൾ നിലവിലുള്ള ഇലക്ട്രിസിറ്റി ബില്ലിനെ 0 ആക്കുന്നതിന് വേണ്ടി മാത്രം നമ്മൾ സ്ഥാപിക്കുന്ന ഒരു ഇൻവെർട്ടറാണ് സ്ട്രിങ് ഇൻവെർട്ടർ. സോളാറിൽ തന്നെ സ്ട്രിങ് ഇൻവെർട്ടർ നിലവിലുള്ള ബില്ല് 0 ആക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു ഇൻസ്റ്റാളേഷനാണ് സ്ട്രിങ് ഇൻവെർട്ടർ. ഇനി അടുത്ത മോഡൽ വരുന്നത് സ്ട്രിങ് ഇൻവെർട്ടർ വിത്ത് പവർ ഒപ്റ്റിമൈസർ. അതായത് ഒരു സ്ട്രിങ് ഇൻവെർട്ടറിൻ്റെ എല്ലാ പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് ഇറക്കിയിരിക്കുന്ന ഒരു മോഡലാണ് സ്ട്രിങ് ഇൻവെർട്ടർ വിത്ത് ഒപ്റ്റിമൈസർ. നിലവിൽ ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ ഇൻവെർട്ടർ സ്ഥാപിക്കുമ്പോൾ ആ ഔട്ട്പുട്ടിനെ വളരെയധികം അത് ബാധിക്കും. അപ്പോൾ ഈ ഒപ്റ്റിമൈസർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാനലിൻ്റെ അടിയിലും നമ്മൾ ഓരോ ഒപ്റ്റിമൈസർ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ അതിനകത്ത് ഒരു 10 പാനൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അതിൽ ഒരു പാനലിൽ ഷെയ്ഡ് വീണാൽ നമുക്ക് ഔട്ട്പുട്ട് വരുമ്പോൾ ആ ഷെയ്ഡ് വീണ ഭാഗത്തിൻ്റെ മാത്രമാണ് എഫിഷ്യൻസി കുറയുള്ളൂ. അതായത് 50% ഒരു പാനലിൽ ഷെയ്ഡ് വീണു, ബാക്കിയുള്ള എല്ലാ പാനലുകളിലും നമുക്ക് വെളിച്ചം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പാനലിൻ്റെ മാത്രം ഔട്ട്പുട്ടിലാണ് കുറവുണ്ടാവുള്ളൂ. ബാക്കിയുള്ള എല്ലാ പാനലിൻ്റെയും ഔട്ട്പുട്ട് നമുക്ക് അതുപോലെ തന്നെ ലഭിക്കും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. രണ്ടാമതായിട്ട് വരുന്നൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പാനലിൽ നിന്നും എത്ര യൂണിറ്റ് കറണ്ടാണ് കിട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് സ്ട്രിങ് ഇൻവെർട്ടറിൽ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല. മൊത്തത്തിലൊരു പവർ പ്ലാന്റിന് എത്ര യൂണിറ്റ് കറണ്ട് ഒരു ദിവസം കിട്ടിയെന്ന് മാത്രമാണ് നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ സ്ട്രിങ് ഇൻവെർട്ടറിന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ
ഒപ്റ്റിമൈസർ വെച്ചിരിക്കുന്ന കാരണം കൊണ്ട് ഓരോ പാനലും എത്ര നമുക്ക് ഔട്ട്പുട്ട് തന്നു എന്ന് നമുക്ക് അതിനകത്ത് നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഒരു പാനലിനോ അല്ലെങ്കിൽ രണ്ട് പാനലിനോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും അത് നമുക്ക് ഇതിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. സ്ട്രിങ് ഇൻവെർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാനലിന് എന്തെങ്കിലും എഫിഷ്യൻസി, അത് പല റീസൺസ് കൊണ്ട് വരാം. അതായത് ഇപ്പോൾ ഒരു പാനലിൻ്റെ മുകളിൽ കുറച്ച് ചെളി വന്ന് അടിഞ്ഞുകൂടി, അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടും പാനലിൻ്റെ ഔട്ട്പുട്ട് കുറവ് വരാം. പക്ഷേ അങ്ങനെ കുറവ് വന്നാൽ പോലും ഒരു സ്ട്രിങ് ഇൻവെർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള എഫിഷ്യൻസിനെ ബാധിക്കും. നമുക്കിത് മനസ്സിലാവില്ല. പക്ഷേ ഒപ്റ്റിമൈസറുള്ള മോഡലാണെന്നുണ്ടെങ്കിൽ ഏത് പാനലാണോ പ്രശ്നം കാണിക്കുന്നത് ആ പാനലിനെ മാത്രം നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും ആ പ്രശ്നം പരിഹരിക്കാനും നമുക്ക് പറ്റും. അതാണ് ഈ ഒപ്റ്റിമൈസറിൻ്റെ വേറൊരു ഗുണം. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു പ്ലസ് പോയിന്റ് ആണ് ഡിസൈൻ ഫ്ലെക്സിബിലിറ്റി. അതായത് സ്ട്രിങ് ഇൻവെർട്ടർ ആണെങ്കിൽ നമുക്ക് എല്ലാ പാനലും ഒരേ ആംഗിളിൽ തന്നെ ചെയ്യണം. കാരണം നമ്മൾ വെക്കുന്നതിലും വിട്ടിട്ട് വേറെ നോർത്ത് ടു സൗത്താണ് നമ്മൾ എല്ലാ പാനലും നോർമൽ കണ്ടീഷനിൽ പ്ലേസ് ചെയ്യേണ്ടത്. പക്ഷേ പലരുടെയും റൂഫ് ടോപ്പിൽ അതിനുള്ള സൗകര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ സ്ഥലം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെയോ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെയോ ഒക്കെ എലിവേഷൻ അത് ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് പല ആംഗിളുകളിൽ ഇത് ക്രമീകരിച്ച് വയ്ക്കും. അങ്ങനെ വെക്കുമ്പോൾ ഒരു സ്ട്രിങ് ഇൻവെർട്ടർ ആണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും കുറവ് ഔട്ട്പുട്ട് ഏത് പാനലിൻ്റെയാണോ കിട്ടണേ അതേ ഔട്ട്പുട്ട് തന്നെയായിരിക്കും എല്ലാ പാനലിലും കിട്ടുക. പക്ഷേ ഈ ഒപ്റ്റിമൈസർ ഉള്ള കാരണം കൊണ്ട് നമുക്ക് ഏത് രീതിയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ കുറവ് വരുന്നത് ആ ഒരു പാനലിൻ്റെ മാത്രം ഔട്ട്പുട്ടിനെ ബാധിക്കുന്നുള്ളൂ. മൊത്തത്തിലുള്ള പ്രൊഡക്ഷനെ അത് ബാധിക്കില്ല. അതും ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി നമുക്ക് ഒപ്റ്റിമൈസറിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കേസ്, ഓരോ പാനലിൻ്റെ അടിയിലും ഓരോ ഒപ്റ്റിമൈസറാണ് വയ്ക്കുന്നത്. അപ്പോൾ ഒരു ഇൻവെർട്ടർ കൂടാതെ കൊണ്ട് തന്നെ ഓരോ പാനലിനും ഓരോ ഒപ്റ്റിമൈസർ വരുന്ന കാരണം കൊണ്ട് ഇതിന് കമ്പാരിറ്റീവ്ലി സ്ട്രിങ് ഇൻവെർട്ടറുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ പ്രൈസിങ്ങിൽ കുറച്ച് കൂടുതലുണ്ടായിരിക്കും. കാരണം എല്ലാ പാനലിനും ഒപ്റ്റിമൈസർ വരുമ്പോൾ ആ ഒപ്റ്റിമൈസറിൻ്റെ ഒരു പ്രൈസും കൂടി വരുമല്ലോ. അപ്പോൾ ആ ഒരു എമൗണ്ട് ഇതിനകത്ത് കൂടുതലായിട്ട് വരും. ഇത് മാത്രമാണ് മെയിനായിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് വരുന്നത്. പിന്നെ രണ്ടാമത് വരുന്നത്, ഇതിനകത്ത് ഒപ്റ്റിമൈസറുകൾ എല്ലാ പാനലിനും വരണ കാരണം കൊണ്ട് കമ്പാരിറ്റീവ്ലി നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് കൂടുതലാണല്ലോ. അതായത് മറ്റേതിൽ ഇൻവെർട്ടർ മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് ഇൻവെർട്ടറും ഓരോ പാനലിൻ്റെ അടിയിൽ ഓരോ ഒപ്റ്റിമൈസറും നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും. പിന്നെ ഇതിൻ്റെ മൂന്നാമത്തെ ഒരു പ്രശ്നം, അത് കസ്റ്റമറിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, ഞങ്ങളെ പോലുള്ള ഇൻസ്റ്റാളേഴ്സിനാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ട് കൂടുക. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ഒപ്റ്റിമൈസർ എല്ലാം വെച്ചിരിക്കുന്നത് പാനലിൻ്റെ അടിയിലാണ്. പാനലിരിക്കുന്നത് എല്ലാം റൂഫ് ടോപ്പിലാണ്. അപ്പോൾ ഒപ്റ്റിമൈസർ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം നമ്മൾ റൂഫ് ടോപ്പിൽ പോയിട്ട് വേണം ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെ പോലുള്ള ഇൻസ്റ്റാളേഴ്സിന് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. മറ്റേ സ്ട്രിങ് ഇൻവെർട്ടർ ആകുമ്പോൾ അത് താഴെ ഏതെങ്കിലും ഒരു ചുമരുമയോ അല്ലെങ്കിൽ മീറ്റർ ബോക്സിൻ്റെ അടുത്തൊക്കെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് പരിഹരിക്കാൻ ഞങ്ങൾക്ക് താഴെ നിന്ന് പരിഹരിക്കാൻ പറ്റും. ഇതാകുമ്പോൾ നമ്മൾ റൂഫ് ടോപ്പിൽ കയറിയിട്ട് വേണം അത് പരിഹരിക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ആർക്കൊക്കെയാണ് ഈ ഒപ്റ്റിമൈസർ മോഡൽ കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് എന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മേൽക്കൂരയുടെ മുകളിൽ കുറച്ച് ഷെയ്ഡ്, അതായത് മുൻപ് പറഞ്ഞ സ്ട്രിങ് ഇൻവെർട്ടറുകൾക്ക് പറ്റിയൊരു സ്ഥലമല്ല എന്ന് വിചാരിക്കുക. കുറച്ച് നിഴലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓരോ പാനലിനും സെപ്പറേറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഒപ്റ്റിമൈസർ വിത്ത് സ്ട്രിങ് ഇൻവെർട്ടർ. പിന്നെ സ്ട്രിങ് ഇൻവെർട്ടറുകളെ അപേക്ഷിച്ച് കുറച്ചും കൂടി സേഫ്റ്റി ഇതിന് കൂടുതലുണ്ട്. ഈ ഒപ്റ്റിമൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ പാനലിൽ എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ളൊരു സേഫ്റ്റി ഫീച്ചർ ഉണ്ട്. അതിൽ ഓട്ടോമാറ്റിക്കലി അത് കട്ട് ഓഫ് ചെയ്ത് കളയും. ഇപ്പോൾ വല്ല പാനലിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒപ്റ്റിമൈസർ അത് സെൻസ് ചെയ്തിട്ട് അതിനവിടെ കട്ട് ഓഫ് ചെയ്യും. അങ്ങനെ ഒരു സേഫ്റ്റി ഫീച്ചറും കൂടി ഇതിനകത്ത് കൂടുതലുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു സ്ട്രിങ് ഇൻവെർട്ടറിന് ഉള്ള പോരായ്മകൾ പരിഹരിച്ചിട്ട് വന്നിരിക്കുന്ന ഒരു മോഡലാണ്. പക്ഷേ ഇതിന് ബാക്കപ്പ് ലോഡ് ഇല്ല കേട്ടോ. ബാക്കപ്പ് നമുക്ക് ലഭിക്കില്ല. അതുപോലെ പാനൽസ് കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കുറച്ച് സ്ട്രിങ് ഇൻവെർട്ടറിനെ വെച്ച് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 കിലോ വാട്ട് സിസ്റ്റം ഇപ്പോൾ അല്ലെങ്കിൽ ഒരു 6 കിലോ വാട്ട് സിസ്റ്റം ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു എന്ന് വിചാരിക്കുക. നമ്മൾ പക്ഷേ പാനൽ ആഡ് ചെയ്തിരിക്കുന്നത് ഒരു 4 കിലോ വാട്ടൊക്കെ ഉള്ളൂ. ഫ്യൂച്ചറിൽ എൻഹാൻസ് ചെയ്യാൻ പ്ലാനുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയണേ. ഫ്യൂച്ചറിൽ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻവെർട്ടർ കപ്പാസിറ്റി കുറച്ച് കൂട്ടി വയ്ക്കുക. കുറച്ച് കൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു 4 കിലോ വാട്ടിൻ്റെ പാനൽ വെച്ചു, വേണമെങ്കിൽ നമുക്ക് 2-3 കിലോ വാട്ട് അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും.
ആ സമയത്ത് ഇന്ന് നമ്മൾ വെച്ചിരിക്കുന്ന മോഡൽ പാനൽ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഒപ്റ്റിമൈസർ അത് ഒരു പരിധി വരെ ഹാൻഡിൽ ചെയ്യും. ഓരോ പാനലിനും സെപ്പറേറ്റ് ഒപ്റ്റിമൈസർ ഉള്ള കാരണം കൊണ്ട് ആ സമയത്ത് ഇറങ്ങുന്ന പാനൽ അതിൻ്റെ ഒപ്റ്റിമൈസർ അത് ഒരു പരിധി വരെ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒപ്റ്റിമൈസർ ഉള്ള കാരണം കൊണ്ട് നമുക്ക് പറ്റും. അപ്പോൾ സ്ട്രിങ് ഇൻവെർട്ടറിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനായിട്ട് വന്നിരിക്കുന്ന ഒരു മോഡലാണ് സ്ട്രിങ് വിത്ത് ഒപ്റ്റിമൈസർ. അടുത്ത മോഡലാണ് മൈക്രോ ഇൻവെർട്ടറുകൾ. ഇത് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളൊരു മോഡലായിരിക്കും, ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും. ഓരോ പാനലിനും സെപ്പറേറ്റ് ഓരോ ചെറിയ ഇൻവെർട്ടർ, അതാണ് ഈ ഒരു പേര് പോലെ തന്നെ എല്ലാ പാനൽസിൻ്റെ അടിയിലും ചെറിയൊരു ഇൻവെർട്ടർ വെച്ചിട്ടാണ് മൈക്രോ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വരുന്ന പ്ലസ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് കേസ് ഒരു പാനലുമേ നിഴൽ വീണാലും അത് ഒരു തരത്തിലും മറ്റേ പാനലിനെ ബാധിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാനലിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നത് അതിൻ്റെ അടിയിലിരിക്കുന്ന ആ ചെറിയ ഇൻവെർട്ടറാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഒരു തരത്തിലും ഒരു പാനലിൽ വരുന്ന ഷെയ്ഡോ മറ്റെന്ത് പ്രശ്നമാണെങ്കിലും അത് മറ്റേ പാനലിനെ ബാധിക്കുന്നില്ല. രണ്ടാമത്തെ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ പാനലിൻ്റെ അടിയിലാണ് ഓരോ ഇൻവെർട്ടറും പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ DC to AC കൺവേർഷൻ മുകളിൽ വെച്ച് തന്നെ നടക്കുന്ന കാരണം കൊണ്ട് നമുക്ക് വയറിങ്ങിൽ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതുപോലെ കുറച്ചും കൂടിയും ബെറ്റർ സേഫ്റ്റി ഇതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ DC അപേക്ഷിച്ച് AC ആണ് കൂടുതൽ സേഫ്റ്റി. അപ്പോൾ മുകളിൽ നിന്ന് തന്നെ നമുക്ക് AC കറണ്ടായിട്ട് വരുന്ന കാരണം കൊണ്ട് ഹൈ വോൾട്ടേജിലുള്ള DC കറണ്ടിനേക്കാളും കൂടുതൽ ബെറ്റർ സേഫ്റ്റി നമുക്ക് ഇത് തരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു പ്ലസ് പോയിന്റ്, ഇത് നമുക്ക് ഒപ്റ്റിമൈസറിലുള്ളത് തന്നെയാണ്. അതായത് ഓരോ പാനലിൻ്റെയും ഔട്ട്പുട്ട് നമുക്ക് നിരീക്ഷിക്കാനായിട്ട് പറ്റും. ഓരോ പാനലിന് എത്ര പാനൽ ലെവൽ മോണിറ്ററിങ് നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ്. പിന്നെ നാലാമത്തതും ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൈക്രോ ഇൻവെർട്ടറുകൾ നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്ത് പോകാനായിട്ട് പറ്റും. കാരണം ഇപ്പോൾ നമ്മളൊരു 5 കിലോ വാട്ട് വെച്ചു, നാളെ നമുക്കൊരു 2 കിലോ വാട്ട് കൂടി കൂട്ടണം എന്നുണ്ടെങ്കിൽ 2 കിലോ വാട്ടിനുള്ള പാനലും ഓരോ പാനലിൻ്റെ അടിയിലും ഓരോ മൈക്രോ ഇൻവെർട്ടറുകൾ നമുക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് 2 കിലോ വാട്ടും കൂടി ആഡ് ചെയ്യാം. അങ്ങനെ ലിമിറ്റേഷൻ ഇല്ല, എത്ര വേണമെങ്കിലും നമുക്ക് ഫ്യൂച്ചറിൽ ആഡ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ആ സമയത്ത് ഇറങ്ങുന്ന പാനൽ ഏത് തന്നെയായി കഴിഞ്ഞാലും അതിന് നമുക്ക് ഒരു പ്രശ്നമില്ല. കാരണം ആ സമയത്ത് ഇറങ്ങുന്ന ഇൻവെർട്ടർ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഇൻവെർട്ടർ ആയിരിക്കും ഈ പ്ലാന്റിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അടുത്തതായിട്ട് വരുന്ന ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വാറണ്ടിയാണ്. നോർമൽ സ്ട്രിങ് ഇൻവെർട്ടറുകൾക്ക് നമുക്ക് 8 മുതൽ 12 വർഷം വരെ മാക്സിമം നമുക്ക് വാറണ്ടി കിട്ടുമ്പോൾ ഇതിന് നമുക്ക് 15 മുതൽ 25 വർഷം വരെ വാറണ്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൈക്രോ ഇൻവെർട്ടറുകൾ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കാരണം ഒരു സോളാർ പാനലിൻ്റെ ലൈഫായിട്ട് നമ്മൾ കണക്കാക്കുന്നത് 25 വർഷം മുതൽ 30 വർഷം വരെയാണ്. അപ്പോൾ 25 വർഷം നമുക്ക് മൈക്രോ ഇൻവെർട്ടറുകൾക്ക് വാറണ്ടി ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒറ്റ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ ഇതിൻ്റെ എൻഡ് വരെ നമുക്ക് എൻഡ് വരെയുള്ള ഒറ്റ ഇൻവെസ്റ്റ്മെൻ്റാണ് നമ്മൾ ഇനീഷ്യലി ചെയ്തത്. അത് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ പാനലിനും സെപ്പറേറ്റ് ഓരോ ഇൻവെർട്ടറുകളായ കാരണം കൊണ്ട് സ്ട്രിങ് ഇൻവെർട്ടറുകളെ അപേക്ഷിച്ച് നമ്പർ ഓഫ് ഇൻവെർട്ടേഴ്സ് ഇതിനകത്ത് വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ കോസ്റ്റും അത്രയും കോസ്റ്റ് കൂടില്ല, എന്നിരുന്നാലും സ്ട്രിങ് ഇൻവെർട്ടറുകളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി അത്യാവശ്യം എമൗണ്ട് കൂടുതലാണ് മൈക്രോ ഇൻവെർട്ടറുകൾക്ക്. പക്ഷേ അത് ലോങ് ടൈം ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കുമ്പോൾ അത് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ ഷോർട്ട് ടൈം ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ ഇത് നമുക്ക് വലിയൊരു എക്സ്പെൻസീവായിട്ട് തോന്നാം. പിന്നെ അതുപോലെ വേറെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഒപ്റ്റിമൈസറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഓരോ പാനലിനും സെപ്പറേറ്റ് ഇൻവെർട്ടർ ആയ കാരണം കൊണ്ട് നമ്പർ ഓഫ് ഇൻവെർട്ടേഴ്സ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എണ്ണം കൂടുതലായ കാരണം കൊണ്ട് കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റിയും കുറച്ച് കൂടുതലാണ്. എന്നിരുന്നാലും മൈക്രോ ഇൻവെർട്ടറുകൾക്ക് നമുക്ക് സ്ട്രിങ് ഇൻവെർട്ടറുകളെ അപേക്ഷിച്ച് കംപ്ലൈൻറ്റ് വളരെ കുറവാണ്. കാരണം ഇത് കൈകാര്യം ചെയ്യുന്നത് ചെറിയ വാട്ട്സ് ആയ കാരണം കൊണ്ട് അവിടെ ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറയും. അതിന് ആനുപാതികമായിട്ട് ഒരു സ്ട്രിങ് ഇൻവെർട്ടറിനെ വെച്ച് നോക്കുക വെച്ചാൽ മൈക്രോ ഇൻവെർട്ടറിന് കംപ്ലൈൻറ്റ് റേഷ്യോ കുറവാണ്. പിന്നെ അടുത്ത ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒപ്റ്റിമൈസറിൻ്റെ കാര്യം പറഞ്ഞ പോലെ മേൽക്കൂരയുടെ മുകളിലായിരിക്കും ഇത് സ്ഥാപിക്കുന്നുണ്ടായിരിക്കുക. അത് കാരണം കൊണ്ട് ഞങ്ങളെ പോലുള്ളവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഇതിനും ഉണ്ട്. ഇനി നമുക്ക് ആർക്കൊക്കെയാണ് ഒരു മൈക്രോ ഇൻവെർട്ടർ കൂടുതൽ യൂസ്ഫുൾ എന്ന് നോക്കാം.
ഒപ്റ്റിമൈസറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്ലസ് പോയിന്റ്സും ആവശ്യമായിട്ട് വേണ്ടവർക്ക്, അതായത് നിഴലുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ പാനൽ സ്ഥാപിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നിഴലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. അതുപോലെ ഭാവിയിൽ പ്ലാന്റ് കപ്പാസിറ്റി കൂട്ടാനായിട്ട് പ്ലാൻ ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു 5ആണ്. ഫ്യൂച്ചറിൽ നമ്മളൊരു 2 3 അല്ലെങ്കിൽ അങ്ങനെ കൂട്ടാനായിട്ട് എത്രയും നമുക്ക് കൂട്ടേണ്ട വരുമെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരുകൾക്ക് ഇത് യൂസ്ഫുള്ളാണ്. പിന്നെ കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി സേഫ്റ്റി കൂടുതൽ വേണ്ട ആൾക്കാരുകൾക്ക് മൈക്രോ ഇൻവെർട്ടർ വളരെ യൂസ്ഫുള്ളാണ്. പക്ഷേ എല്ലാം വെച്ച് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് കൂടുതലുണ്ട്. എന്നിരുന്നാലും അത് ലോങ് ടൈം നോക്കുമ്പോൾ യൂസ്ഫുള്ളാണ്. ഇതാണ് മൈക്രോ ഇൻവെർട്ടറുകളുടെ ചുരുക്കത്തിലുള്ളൊരു വിശദീകരണം. പക്ഷേ മൈക്രോ ഇൻവെർട്ടറിനകത്തൊരു പ്ലസ് പോയിന്റ് അടുത്തുള്ളത്, നിഴൽ വീഴുന്ന സ്ഥലത്തും നമുക്ക് ഹൈബ്രിഡ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ബാറ്ററിയുടെ ബാക്കപ്പ് കൂടെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ നിലവിൽ ഇപ്പോൾ ഇതുവരെ സ്ട്രിങ് വിത്ത് ഒപ്റ്റിമൈസർ മോഡലിൽ നമുക്ക് ഹൈബ്രിഡ് ഇല്ല. പക്ഷേ മൈക്രോ ഇൻവെർട്ടറിൽ നമുക്ക് ഹൈബ്രിഡ് വരുന്നുണ്ട്. വിത്ത് ബാറ്ററി അടക്കമുള്ള മോഡൽ വരുന്നുണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. എന്നിരുന്നാലും നിലവിലുള്ള സ്ഥലങ്ങളിലും നമുക്ക് ഹൈബ്രിഡ് വെക്കാനായിട്ട് ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് എൻഫേസ് അല്ലെങ്കിൽ ഈ മൈക്രോ ഇൻവെർട്ടറുകാർ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന മോഡലാണ് ക്വാഡ് ഇൻവെർട്ടർ. ക്വാഡ് ഇൻവെർട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് മൈക്രോ ഇൻവെർട്ടറിന്റെ വേറൊരു പതിപ്പാണ്. പക്ഷേ മൈക്രോ ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി ഒരു പാനലിന്റെ അടിയിൽ ഒരു ഇൻവെർട്ടർ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ക്വാഡ് ഇൻവെർട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻവെർട്ടറിനകത്ത് നമുക്ക് 4 പാനൽ കണക്ട് ചെയ്യാം. എന്നാൽ ഇത് താഴെ വയ്ക്കുന്ന മെയിൻ സ്ട്രിങ് ഇൻവെർട്ടർ അല്ല. ഒരു ഇൻവെർട്ടറിനകത്ത് നമുക്ക് 4 പാനൽ വരെ കണക്ട് ചെയ്യാൻ പറ്റും. 4 പാനൽ കണക്ട് ചെയ്യുമ്പോൾ ഈ ഓരോ പാനലിനും സെപ്പറേറ്റ് MPPT ഉള്ളത് കൊണ്ട് ഒരു പാനലിൻ്റെ ഷെയ്ഡോ മറ്റെന്ത് പ്രശ്നങ്ങളോ മറ്റ് പാനലിനെ ഇഫക്റ്റ് ചെയ്യില്ല. അതായത് ഫലത്തിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൈക്രോ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിന് സെയിം ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. നമുക്ക് മോണിറ്ററിങ് പാനൽ ലെവലിലുള്ള മോണിറ്ററിങ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ ഒരു പാനലിലുള്ള നിഴൽ മറ്റ് പാനലിനെ ബാധിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് മൈക്രോ ഇൻവെർട്ടറുകൾക്ക് ഇല്ലാത്ത ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഡ്യുവൽ മോഡ്. ഒരേ സമയം തന്നെ ഇതിനൊരു ഓൺ ഗ്രിഡ് ആയിട്ടും ഓഫ് ഗ്രിഡ് ആയിട്ടും പ്രവർത്തിക്കാനായിട്ട് പറ്റും. നമുക്ക് ഇപ്പോൾ നിലവിൽ 2000 വാട്ട്സിൻ്റെയാണ് ഒരു ക്വാഡ് ഇൻവെർട്ടർ ഇപ്പോൾ വരുന്നത്. അപ്പോൾ 2000 വാട്ട്സ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 30-40% വരെ ഉള്ള ലോഡ് നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്തും ഇതിനകത്ത് വിത്തൗട്ട് ബാറ്ററിയിൽ ഒരു ബാറ്ററിയുടെയും സഹായമില്ലാതെ തന്നെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലോഡിൻ്റെ ഒരു 30-40% നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. വളരെ എളുപ്പത്തിൽ, വളരെ സിമ്പിളായിട്ട് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഓൺ ഗ്രിഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരുകൾ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു 4 കിലോ വാട്ടോ 5 കിലോ വാട്ടോ ചെയ്തു, പകൽ സമയത്ത് പോലും നമുക്ക് കറണ്ട് പവർ കട്ട് വരുന്ന സമയങ്ങളിൽ പകലാണെങ്കിൽ പോലും നമ്മൾ സോളാർ വീട്ടിൽ വെച്ചാലും അതിൻ്റെ ഒരു തരത്തിലുള്ള ഔട്ട്പുട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ക്വാഡ് ടെക്നോളജിയിൽ ഈ ഡ്യുവൽ മോഡിൽ നമുക്ക് 2000 വാട്ട്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്കൊരു 400-500 വാട്ട്സ് വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് ഇതിൻ്റെ വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ മൈക്രോ ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ പാനലിലും സെപ്പറേറ്റ് ഓരോ ഇൻവെർട്ടറാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി പ്രൈസിങ് നോക്കുമ്പോൾ ഇത് 4 പാനലിന് കൂടിയിട്ടാണ് ഒരു ഇൻവെർട്ടർ വരുന്നത്. പക്ഷേ അത്ര കണ്ട് വിലയിൽ കുറവില്ല. കാരണം ഇതിനകത്ത് ടെക്നോളജികൾ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. പക്ഷേ ഏറെക്കുറെ നമുക്ക് ഒരു എൻഫേസിൻ്റെ അല്ലെങ്കിൽ ഒരു മൈക്രോ ഇൻവെർട്ടറിൻ്റെ തന്നെ ഏകദേശം ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു എമൗണ്ടിൽ നമുക്ക് ഇതും ചെയ്യാനായിട്ട് പറ്റും. വിത്ത് ഓഫ് ഗ്രിഡ് മോഡും കൂടി ഉണ്ട് ഇതിനകത്ത്. അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. പിന്നെ ഇത് നമ്മുടെ ജിയോടെയാണ്, ഇവിടെ ഇന്ത്യൻ മെയ്ക്കാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ബാക്കി മൈക്രോ ഇൻവെർട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ മെയ്ക്ക് അല്ല, പുറത്തത്തെ കമ്പനിയാണ്. പക്ഷേ ജിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇന്ത്യൻ ബ്രാൻഡായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇത്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. ഇനി അടുത്ത മോഡലാണ് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഒരേ സമയം തന്നെ ഒരു ഓൺ ഗ്രിഡായും ഓഫ് ഗ്രിഡായും വർക്ക് ചെയ്യുന്ന മോഡലാണ് ഹൈബ്രിഡ്.
ഈ ഹൈബ്രിഡിൽ തന്നെ നമുക്ക് സ്ട്രിങ് ഇൻവെർട്ടറുകളും ഉണ്ട്, മൈക്രോ ഇൻവെർട്ടറുകളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് ഉള്ള സമയത്ത് നമുക്ക് ലഭിക്കുന്ന എനർജി വീട്ടിലെ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഉപയോഗം കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ളത് നമ്മൾ നേരെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യും. ബാലൻസ് ബാറ്ററിയും ഫുള്ളായി നമ്മുടെ ഉപയോഗമെല്ലാം കഴിഞ്ഞ് വീണ്ടും മെച്ചമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് നേരെ ഗ്രിഡിലേക്ക് കൊടുക്കും. കറണ്ട് ഇല്ലാത്ത സമയത്ത് ഒരു ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ഓഫ് ആയി പോകും. പക്ഷേ ഇതൊരു ഹൈബ്രിഡ് സിസ്റ്റം ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പകൽ സമയത്ത് ഇതിൻ്റെ ഫുൾ എഫിഷ്യൻസിയിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. രാത്രിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ബാറ്ററിയുടെ ബാക്കപ്പിനനുസരിച്ചിട്ട് നമുക്ക് രാത്രിയിലും ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു തരത്തിലും കറണ്ട് ഇല്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ സ്ഥാപനങ്ങളിലത്തെ ഇലക്ട്രിസിറ്റി കട്ടാവില്ല. ഒരു UPS പോലെ ഇത് നമ്മൾ ഒരു പ്രാവശ്യം സ്ഥാപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ 365 ദിവസം നമ്മുടെ സ്ഥാപനത്തിനകത്ത് ഒരു UPS പോലെ ഒരു തരത്തിലും കറണ്ട് പോകാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ സിസ്റ്റങ്ങളെല്ലാം തന്നെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സ്ഥാപനമാണ് നമ്മൾ റൺ ചെയ്യിക്കണമെന്ന് വിചാരിക്കുക. അവിടെ നോർമലി ഒരു ജനറേറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊരു ജനറേറ്ററിന് പകരമായിട്ട്, ജനറേറ്റർ ആകുമ്പോൾ നമുക്ക് അതിനകത്ത് ഫ്യൂവല് എക്സ്പെൻസ് നോക്കുമ്പോൾ വളരെ ലോസാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈബ്രിഡ് സിസ്റ്റം നമ്മളവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ജനറേറ്ററിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ഒത്തിരി ഫ്യൂവലും ലാഭിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് അവിടുത്തെ കറണ്ട് ബില്ലും പൂർണ്ണമായിട്ടും നമുക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ നമുക്ക് വരുന്ന ഗ്രോസ് മീറ്ററിങ് അതുപോലെയുള്ള പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ പിന്നെ ഇപ്പോൾ ഭൂരിഭാഗം സ്ഥലങ്ങളിലും TOD മീറ്ററിങ് ആക്കിയിട്ടുണ്ട്. അതായത് ഒരു 6 മണി മുതൽ കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്ന സമയങ്ങളിൽ, പകലാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും സോളാറിൽ നിന്ന് ഔട്ട് കിട്ടും. പക്ഷേ രാത്രിയിൽ വരുമ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഇപ്പോൾ എമൗണ്ട് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നമുക്ക് ഒരു ഹൈബ്രിഡ് സിസ്റ്റം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ബാറ്ററിയിൽ നിന്ന് ലോഡ് ഉപയോഗിച്ച് മാക്സിമം നമ്മുടെ സ്ഥാപനത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പവർ പ്ലാന്റിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് തന്നെ മാക്സിമം ഉപയോഗിക്കാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. പക്ഷേ ഇതിൻ്റെ ഒരു അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പാരിറ്റീവ്ലി ബാറ്ററിക്ക് ഒത്തിരി കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഓൺ ഗ്രിഡിൻ്റെ എമൗണ്ട് പ്ലസ് ബാറ്ററിയുടെ ഒരു എമൗണ്ടും കൂടി ആകുമ്പോൾ ഇനീഷ്യൽ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. പക്ഷെ നമ്മളിപ്പോൾ ഒരു ജനറേറ്ററോ അല്ലെങ്കിൽ വേറൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റമോ നമ്മൾ അഫോർഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോസ് ആയിരിക്കും. കാരണം ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ഹൈബ്രിഡ് സിസ്റ്റമാണ് ഏറ്റവും അനുയോജ്യം. പിന്നെ വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാറ്ററിക്ക് ഇപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി അധികം നമ്മൾ യൂസ് ചെയ്യാറില്ല. എന്നിരുന്നാലും ലെഡ് ആസിഡ് ബാറ്ററി എന്ന് വെച്ചാൽ ഒരു 5 കൊല്ലം മുതൽ ഒരു 7 കൊല്ലം വരെ മാക്സിമം 5 കൊല്ലമൊക്കെയാണ് നോർമലി കിട്ടുള്ളൂ. പിന്നെ ഒരു ലിഥിയം അയൺ ബാറ്ററി എന്ന് വെച്ചാൽ നമുക്കൊരു 10 മുതൽ 15 വർഷം വരെ നമുക്കതിന് ലൈഫ് കിട്ടും. പക്ഷെ അത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ബാറ്ററി മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും. പക്ഷേ നമ്മൾ ഈ പീക്ക് ടൈമിലത്തെ ഉപയോഗം നമ്മൾ അതിനകത്ത് അതും കൂടി കൺസിഡർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരിക്കലും ഒരു ലോസ് ആയിട്ട് വരില്ല. മാത്രമല്ല കേരളത്തിലത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാറ്റും മഴയും പ്രശ്നങ്ങളൊക്കെ വരുന്ന ഒരു ക്ലൈമറ്റാണ്. അപ്പോൾ ഓരോ ഏരിയയിലും മരമോ മറ്റു കാര്യങ്ങളൊക്കെ പോസ്റ്റയിലൊക്കെ വീണ് കഴിഞ്ഞാൽ KCBക്കാർക്ക് ഒത്തിരി സമയം എടുക്കാറുണ്ട് ചിലപ്പോൾ അത് ഒന്ന് ശരിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നല്ലൊരു ഹൈബ്രിഡ് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ ഇ വി വരെ നമുക്ക് ഇതിനകത്തുനിന്ന് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു 10 കിലോ വാട്ടിൻ്റെ ഒരു ഹൈബ്രിഡ് സിസ്റ്റം നമ്മുടെ വീട്ടിൽ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി പൂർണ്ണമായിട്ട് പോയി കഴിഞ്ഞാലും നമ്മുടെ ഇലക്ട്രിക് കാറ് അതിൻ്റെ നോർമൽ ചാർജറായിട്ടുള്ള ഹോം ചാർജറിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള അഡ്വാൻറ്റേജുകളൊക്കെ നമുക്കൊരു ഹൈബ്രിഡ് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ ഇനീഷ്യലായിട്ടുള്ള പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. പക്ഷേ ഇത് ശരിക്കും നമുക്ക് ഒരു മുതൽക്കൂട്ടാണ്. ഇനി ആർക്കൊക്കെയാണ് ഹൈബ്രിഡ് സിസ്റ്റം അനുയോജ്യമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ വീട്ടിലുള്ള ഹെവി എക്യുപ്മെൻറ്റ്സ്, അതായത് AC അതുപോലുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് റൺ ചെയ്യിക്കാൻ ആയിട്ട് താല്പര്യമുള്ള ആൾക്കാരുകൾക്ക് ഹൈബ്രിഡ് സിസ്റ്റം വളരെ നല്ലതാണ്. ചെറിയ ലോഡൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ചെറിയ ഇൻവെർട്ടറുകളൊക്കെ വെച്ച് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ വലിയ AC മുതലായിട്ടുള്ള വലിയ ലോഡുകളൊക്കെ നമുക്ക് ഓടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ബാറ്ററി മാത്രം വെച്ച് നമുക്കത് സാധാരണ ഓഫ് ഗ്രിഡ് വെച്ച് റൺ ചെയ്യിക്കുകയെന്ന് വെച്ചാൽ നമുക്കത് ഭയങ്കര നഷ്ടമായിരിക്കും. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കോ വീടുകൾക്കോ ഇത് വളരെ യൂസ്ഫുൾ ആണ്.
അതുപോലെ അടുത്തതായിട്ടുള്ളത് ഇപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇത്ര കാറ്റും മഴയും പ്രശ്നങ്ങളൊക്കെ വന്ന് ഇലക്ട്രിസിറ്റി കൂടുതലായിട്ട് പോകുന്ന ഏരിയകളുണ്ട്. എല്ലാ ഏരിയയും അതിൽ പെടില്ല. പക്ഷെ നമ്മളിപ്പോൾ കുറച്ച് റൂറൽ ഏരിയയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് കുന്നും മലയൊക്കെ കൂടിയ ഏരിയകളൊക്കെ വെച്ചാൽ അവിടെ മരങ്ങൾ കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പെട്ടെന്ന് തന്നെ ചെറിയൊരു കാറ്റും മഴയും വരുമ്പോഴത്തേക്കും കറണ്ട് പോയി ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ വരെയൊക്കെ ഇലക്ട്രിസിറ്റി ബുദ്ധിമുട്ട് വരുന്ന സ്ഥലങ്ങൾ നമ്മുടെ അറിവിലുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് മൊത്തത്തിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ പേയ്മെന്റ് കുറച്ച് കൂടുതലാണ്. എന്നിരുന്നാലും നമുക്ക് ബാക്കപ്പ് ലോഡോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരുന്നവർക്ക് ഒരിക്കലും നമ്മൾ കൊടുക്കുന്ന പൈസ ഒരു നഷ്ടമാവില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇന്ന് നമ്മളിവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് നിലവിൽ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള 5 തരത്തിലുള്ള ഇൻവെർട്ടറുകളുടെ ഡീറ്റെയിൽസ് ആണ്. ഇനി നമ്മളിത് ഓരോ സെക്ഷനും തരംതിരിച്ച് ഒരു ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വരും ദിവസങ്ങളിൽ വരുന്ന എപ്പിസോഡുകളും നിങ്ങൾ മറക്കാതെ കാണുക. അപ്പോൾ അതിനകത്ത് ഓരോ മോഡൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് അതിൻ്റെ ഇൻസ്റ്റാളേഷനും അതിൻ്റെ പ്രവർത്തനം കാര്യങ്ങളെല്ലാതും നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോനെ കുറിച്ചോ അല്ലെങ്കിൽ സോളാർ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിലും, നിലവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സർവീസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിലും, നിങ്ങളുടെ വീട്ടിലുള്ള ഇപ്പോൾ യൂസ് ചെയ്യുന്ന പവർ പ്ലാന്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സഹായങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ കോൺടാക്റ്റ് താഴെ കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾ അതിനകത്ത് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റ് സോളാർ വെക്കാനായിട്ട് താല്പര്യപ്പെടുന്ന റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇത് ഒരു അറിവായിരിക്കും. അപ്പോൾ അങ്ങനെ കാണുന്ന ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും വീഡിയോ ഇടാനായിട്ട് കൂടുതൽ അതൊരു പ്രചോദനമായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. തുടർന്നും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.